Good morning, all of you. നമുക്ക് നമ്മുടെ S5-ലെ ചാപ്റ്റേഴ്സ് ഒക്കെ ചെറിയ തോതിലങ്ങ് തുടങ്ങണം. റെഗുലർ ക്ലാസ് ആയാലേ മുഴുവൻ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ അധ്യാപകരാലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. ഗൂഗിൾ ക്ലാസ് റൂം വഴി നോട്ട്സ് അതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് വിടാം. അറ്റൻഡൻസ് അതുപോലെ നോക്കാം. ഒപ്പം ഒരു പാരലായിട്ട് വാട്സപ്പ് ഗ്രൂപ്പും ആരംഭിക്കുന്നുണ്ട്. അതായത് അധ്യാപകരോട് സംശയങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ ഡിസ്കഷൻസ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അത് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഈ രണ്ടും നിങ്ങൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്ക് ടൈറ്റ് വർക്കാണ് S5-ലും S6-ലും. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ദിവസം ഫുൾ ഡേ ഓർഗാനിക് കെമിസ്ട്രി ലാബാണ് S5-ൽ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വർക്ക് എന്നുള്ള രീതിയിൽ കുറച്ച് അനാലിസിസ് പഠിക്കാനുണ്ട്. ഒരു അനാലിസിസ് സ്കീം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ ലാബിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കൊരു ചെറിയ ഡിലേ എന്തായാലും ഉണ്ട്. ഒരു 2 മാസം, ഒരു ജൂലൈയിലാണ് കോളേജുകൾ തുറക്കണെ പറ്റി ആലോചിച്ച് സർക്കാർ തീരുമാനം എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. തൽക്കാലം നമുക്ക് ഒരു തിയറി ക്ലാസ്, ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററാണ്, ഒരു മോഡ്യൂളാണ് മാഷ്ക്കുള്ളത്. അതാണ് മാഷ് ഇന്ന് കൺവേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ, നമുക്ക് ഉള്ള ചാപ്റ്റർ ഇതാണ്: സിമ്മട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. സിമ്മട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. മോളിക്കുലാർ സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കതിൻ്റെ സ്ലൈഡുകളിലേക്ക് പോകാം. An object is said to possess symmetry if it can take up 2 or more spatial orientation that are indistinguishable from each other. That is, if it can take up 2 or more equivalent orientations. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ O എന്ന് പറഞ്ഞൊരു ലെറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ O എന്ന് പറഞ്ഞ ലെറ്റർ. ആ ലെറ്റർ ഒരു കണ്ണാടിയുടെ മുന്നിൽ പിടിച്ചാൽ അതിൻ്റെ മിറർ ഇമേജും ഒരുപോലെ തന്നെ ഇരിക്കും. ശരിയല്ലേ? ഇത് രണ്ടും കൂടി, മിറർ ഇമേജും ആക്ച്വൽ ഒബ്ജക്റ്റും അടുപ്പിച്ച് കൊണ്ടുവന്നാൽ, ഒന്നിച്ചു വെച്ചാൽ, നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാന്നതിനെ പറയാം. ഒന്നിച്ചു വെച്ചാൽ രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പോൾ അത് സിമ്മട്രിക് എന്ന് പറയും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. അതുപോലെ തന്നെ ഒബ്ജക്റ്റുകൾ, ഒരു ബോള് നമ്മൾ ഒരു ഗിവൺ ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റൊട്ടേറ്റ് ചെയ്ത ഒരു പൊസിഷനും റൊട്ടേറ്റ് ചെയ്യുന്ന പൊസിഷനും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് മാർഗമില്ല. അതും സിമ്മട്രിക് ആണ്, അല്ലേ? അതും അതുപോലെ ഒരുപാട് ഒബ്ജക്ട്സ്, അതിനെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് സിമ്മട്രി, മോളിക്കുലാർ സിമ്മട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ 2 കൈകൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇല്ലേ? 2 കൈകൾ. ഈ 2 കൈകളും മിറർ ഇമേജാണ്. ഈ കൈയുടെ മിറർ ഇമേജാണ് ഈ കൈ. സംശയമുണ്ടോ? ഇത് രണ്ടും അടുത്തടുത്ത് കൊണ്ടുവന്നാൽ നോക്കിയേ, ഇതിനെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാന്ന് പറയും. ഒരു കൈയുടെ തമ്പ് ഒരു ഡിറക്ഷനിലും ഈ കൈയുടെ തമ്പ് വേറെ ഡിറക്ഷനിലാണ് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇത് നോൺ സൂപ്പർ ഇമ്പോസബിൾ എന്നാണ് പറയാറ്, ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിന് സിമ്മട്രി ഇല്ല. നേരെ മറിച്ച് കൈ ഞാൻ ഇങ്ങനെ പിടിക്കണേന്ന് ആലോചിച്ച് നോക്കി, ഈ കൈയുടെ മിറർ ഇമേജാണ് ഈ കൈ. ശരിയല്ലേ? ഇത് രണ്ടും അടുത്തടുത്ത് കൊണ്ടുവന്ന് നോക്കിയേ, ഒരുപോലെ ഇരിക്കും. നിങ്ങൾ കൈ പിടിച്ച് നോക്കാവുന്നുള്ളൂ. അപ്പം ഇത് സൂപ്പർ ഇമ്പോസബിളാണ്. അതായത് ഈ പ്ലെയിനിൽ ഇങ്ങനെ പിടിച്ചാൽ ഈ പ്ലെയിനിൽ ഇത് നോൺ സൂപ്പർ ഇമ്പോസബിളാണ്, ഒരുപോലെ ഇരിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇത് സൂപ്പർ ഇമ്പോസബിളാണ്. സൂപ്പർ ഇമ്പോസിബിൾ.
ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവാണ്. എന്താണ് സിമ്മട്രി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സ്വല്പം ബുദ്ധിമുട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രി ടോപ്പിക്സ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾ ഡൗട്ട്സ് പോസ്റ്റ് ചെയ്താൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻ തരുന്ന രീതിയിൽ നമ്മൾ ശരിക്കും ക്ലാസ് റൂമിൽ അത് തുറന്നു വെച്ച് അത് കാണിച്ചു തന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് ബോധ്യപ്പെടുള്ളൂ. എനിവേ നമുക്ക് തുടരാം. അപ്പം എന്താണ് സിമ്മട്രി എന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കൽ കൂടെ പറയുന്നു. An object is said to possess symmetry if it can take up two or more spatial orientation that are indistinguishable from each other. Or we can say, if an object can take up two or more equivalent orientations in space, it is said to be symmetric. Next concept, that is symmetry operation. A symmetry operation is an action which, when performed on an object, yields a new orientation of it, which is indistinguishable from the original, though not necessarily identical with it. ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഇത് കുറച്ച് ചാപ്റ്റർ അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. In other words, a symmetry operation is the movement of an object that brings into an equivalent configuration. A symmetry operation is the movement of an object that brings into an equivalent configuration. നമ്മൾ ഒരു സിമ്മട്രി ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, അത് മോളിക്യൂൾ ആയിക്കോട്ടെ, ഫിസിക്കലായിട്ടുള്ള തിങ്സ് ആയിക്കോട്ടെ, എന്തും ആവട്ടെ, ലെറ്റേഴ്സോ എന്തും നമുക്ക് എടുക്കാം. അത് ഈ ഒബ്ജക്റ്റും മിറർ ഇമേജും അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻ അനുസരിച്ച്, പ്ലെയിൻ ഓഫ് സിമ്മട്രി ആണെങ്കിലാണ് മിറർ ഇമേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മളതിനെ സിമ്മട്രിക് എന്ന് പറയും, അല്ലെങ്കിൽ സിമ്മട്രി ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്തുമ്പോൾ കുറച്ചുകൂടി ധാരണ കിട്ടും. പിന്നെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. പിന്നെ എവറി സിമ്മട്രി ഓപ്പറേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി അസോസിയേറ്റഡ് വിത്ത് എ സിമ്മട്രി എലമെന്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദാറ്റ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട്. ഈ സെന്റൻസിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ വ്യാപകമായ അർത്ഥമുള്ളതാണ്. ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ മോളിക്യൂളും ഒരു സിമ്മട്രി എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിമ്മട്രി, എന്താ പറയുക, ഒരു ജോമെട്രിക്കൽ എൻറ്റിറ്റി ഉണ്ടാവണം, ഒരു സിമ്മട്രി ഓപ്പറേഷൻ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു റിഫ്ലക്ഷനാണ് അവിടുത്തെ ഓപ്പറേഷൻ, സിമ്മട്രി ഓപ്പറേഷൻ. അതായത് ഒരു പ്ലെയിനിലാണ് നമ്മൾ റിഫ്ലക്ഷൻ എടുക്കുക. അപ്പോൾ പ്ലെയിൻ ഓഫ് സിമ്മട്രി എന്ന് നമ്മൾ അതിനെ പറയാം. അതൊരു പ്ലെയിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിമ്മട്രി ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി കാണുന്ന വിചാരിക്കണം. ഇതുപോലെ കുറച്ചെണ്ണം ഉണ്ട്, കുറച്ചെണ്ണം നമുക്ക് ഐഡിയ മനസ്സിലാവും. എ സിമ്മട്രി എലമെന്റ് is a geometrical entity such as a line, a plane or a point with respect to which a symmetry operation may be performed. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൈനിലാണ്, ഒരു ആക്സിസിലാണ് നമ്മൾ ഈ സിമ്മട്രി ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആ ലൈനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എലമെന്റ് ഓഫ് സിമ്മട്രി പറയുക. എക്സാമ്പിൾ, അതിനെ ആക്സിസ് ഓഫ് സിമ്മട്രി നമ്മൾ വിളിക്കും. ഈ റിഫ്ലക്ഷൻ ആണെങ്കിൽ ഒരു പ്ലെയിൻ, അത് ജോമെട്രിക്കൽ എൻറ്റിറ്റി പ്ലെയിൻ ആണ്. ആ പ്ലെയിനെ ബേസ് ചെയ്താണ് നമ്മൾ റിഫ്ലക്ഷൻ നടത്തുക. അപ്പോൾ അതിന് പ്ലെയിൻ ഓഫ് സിമ്മട്രി എന്ന് പറയും. ഇനി ഒരു പോയിന്റിനെ ബേസ് ചെയ്താണ് നമ്മൾ നടത്തണമെങ്കിൽ നമ്മളതിനെ ഇൻവേർഷൻ സെന്റർ എന്നോ സെന്റർ ഓഫ് സിമ്മട്രി എന്നൊക്കെ നമ്മൾ വിളിക്കും. തൽക്കാലം ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഇനി എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. എ സിമ്മട്രി എലമെന്റ് ഈസ് എ ജോമെട്രിക്കൽ എൻറ്റിറ്റി സച്ച് എസ് എ ലൈൻ, എ പ്ലെയിൻ ഓർ എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് എ സിമ്മട്രി ഓപ്പറേഷൻ മേ ബി പെർഫോംഡ്. അപ്പോൾ സിമ്മട്രി ഓപ്പറേഷൻ എന്തെന്ന് പറഞ്ഞു, സിമ്മട്രി എലമെന്റ് എന്നു പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്മട്രി എലമെന്റ്സിനെ പറ്റിയാണ് കുറച്ച് ഒരു ഡിസ്കഷൻ. ഒരു ഒബ്ജക്റ്റിന് പ്രധാനമായിട്ട് 4 തരത്തിലുള്ള സിമ്മട്രി ഓപ്പറേഷൻസും ഉണ്ട്, സിമ്മട്രി എലമെന്റ്സും ഉണ്ട്. അതിനെ ബേസ് ചെയ്യുന്ന സിമ്മട്രി എലമെന്റ്സ്. ആദ്യത്തെ ദ ഐഡന്റിറ്റി ഓപ്പറേഷൻ, ദ ഐഡന്റിറ്റി എലമെന്റ്. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂള് എങ്ങനെ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നോ അത് അതേ തരത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ അത് ഒരു സിമെട്രി എലമെന്റ് എന്ന് പറയുന്നത്. അതെല്ലാ മോളിക്യൂളിനും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ്. അത് എന്തുകൊണ്ട് സിമെട്രി എലമെന്റ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമെട്രി എലമെന്റുകളെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ ഗ്രൂപ്പിന് വേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനമാണ് കാണുക. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഉള്ള ഒരു ഗ്രൂപ്പ് മാത്രമേ ഒരു മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രത്യേക കണ്ടീഷൻസ് ഉള്ള എബിലിയൻ ഗ്രൂപ്പ് എന്ന് പറയും. നമ്മൾ പിന്നീട് കാണും. തൽക്കാലം നമുക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതും കൂടി പൂർത്തിയാവാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഒരു എലമെന്റായി ഉൾപ്പെടുത്തുന്നത്. അതായത് ഒരു മോളിക്യൂളിനെ അത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നോ ആ എക്സിസ്റ്റൻസ് ആണ് ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ. രണ്ടാമത്തെ ദ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ്. നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക CN എന്ന് വെച്ചുകൊണ്ടാണ്. ഐഡന്റിറ്റി എലമെന്റിന് ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ഓർമ്മ E എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ E എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ ഈ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസിനെ നമ്മൾ ലൈൻ ഓഫ് സിമെട്രിന്നോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രി എലമെന്റിനെ ലൈൻ ഓഫ് സിമെട്രിന്നോ ആക്സ് ഓഫ് സിമെട്രി നമ്മൾ വിളിക്കും. നമ്മൾ കാണും. തൽക്കാലം ഇങ്ങനെ പോട്ടെ. രണ്ടാമത്തെ പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ, പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് CN എന്ന് കാണിക്കാനുള്ള കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമത്തെ റിഫ്ലക്ഷൻ ഓപ്പറേഷൻ. അതിനെ ബേസ് ചെയ്യുന്ന പ്ലെയിൻ ഓഫ് സിമെട്രി ഓർ മിറർ പ്ലെയിൻ. നമ്മൾ അതിന് സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഈ ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ SN സബ്സ്ക്രിപ്റ്റ് N വെച്ചുകൊണ്ടാണ് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെ ഇതിനെ ആൾട്ടർനേറ്റിംഗ് ആക്സിസ് ഓഫ് സിമെട്രി എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ റൊട്ടേഷൻ റിഫ്ലക്ഷൻ ആക്സിസ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതാ 4 പേരുകൾ പറഞ്ഞാൽ ഈ നാലാമത്തെ എണ്ണത്തിന് ഇംപ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് അല്ലെങ്കിൽ റൊട്ടേഷൻ റിഫ്ലക്ഷൻ ആക്സിസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ റൊട്ടേഷൻ ആക്സിസ് എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾട്ടർനേറ്റിംഗ് ആക്സിസ് ഓഫ് സിമെട്രി എല്ലാം ഡിനോട്ട് ചെയ്യുന്നത് SN വെച്ചുകൊണ്ടാണ്. അടുത്തൊന്ന് ഇൻവേർഷൻ ഓപ്പറേഷൻ, സെന്റർ ഓഫ് സിമെട്രി I ഓർ ഇൻവേർഷൻ സെന്റർ. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാനുള്ള കാരണം ഞാൻ 4 എണ്ണം പറഞ്ഞത്. ഇതിൽ 5 എണ്ണം കാണുന്നത്. ആദ്യത്തേത് ആക്ച്വലി നമ്മളൊന്നും ചെയ്യുന്നില്ല. മോളിക്യൂളിന് ഒരു ഒറ്റ ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നില്ല. അത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നോ ആ എക്സിസ്റ്റൻസ് ആണ് ഐഡന്റിറ്റി എലമെന്റ്. പിന്നെ ബാക്കിയുള്ള 4 എണ്ണം. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 5 സിമെട്രി എലമെന്റുകൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഈ എലമെന്റുകളെ പറ്റി നമുക്ക് ഡിസ്കഷനിൽ പോവാം. അപ്പോൾ ഈ ഐഡന്റിറ്റി എലമെന്റിനെ പറ്റി നമുക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. എന്താ കാരണം? ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നേച്ചറിൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നോ ആ എക്സിസ്റ്റൻസ് ആണ് ഐഡന്റിറ്റി എലമെന്റ് E. അതിൽ കാര്യമായിട്ടൊന്നും നമുക്ക് പറയേണ്ട ആവശ്യം ഇല്ല. Identity operation is the one in which the molecule remains in its original state. It is effectively do nothing or leave the system alone or leave the system unchanged operation. ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഒരു മോളിക്യൂളിന്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണോ അതാണ് ഐഡന്റിറ്റി ഓപ്പറേഷൻ. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷൻ നടത്തുന്നില്ല. അതാണ് ഐഡന്റിറ്റി എലമെന്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓപ്പറേഷൻ. It is denoted by the symbol E. All molecules possess this symmetry element. അപ്പോൾ ചില മോളികൾക്ക് പല സിമെട്രി എലമെന്റുകളും ഉണ്ടാവാം. ചിലതിന് എണ്ണം കുറവായിരിക്കും, ചിലതിന് എണ്ണം കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് പറയാവുന്ന എല്ലാ മോളിക്യൂളിനും ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഉള്ള ഒരു സിമെട്രി എലമെന്റ് ആണ് ഐഡന്റിറ്റി എലമെന്റ്. ഈ രണ്ടാമത്തെ ആക്സിസ് ഓഫ് സിമെട്രി നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാ? CN. An axis of symmetry or proper rotation axis is a line about which rotation through a certain angle brings a molecule or object into an orientation that is indistinguishable from the superimposable on the original. ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മിറർ ഇമേജോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സാധനം ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നത് പ്ലെയിൻ ഓഫ് സിമെട്രിയാണ്. അതുകൊണ്ട് ഒരു ഗിവൺ പ്ലെയിനിൽ നമ്മൾ റിഫ്ലക്ഷൻ എടുക്കുന്നു. അത് 2 ഒബ്ജക്റ്റും അടുത്തടുത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാന്നാണ് പറയുക. ഒരുപോലെ ഇരിക്കുമെങ്കിൽ അതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, ഇത് ആക്സിസ് ഓഫ് സിമെട്രിയാണ്. ഒരു മോളിക്യൂളിനെ ഒരു പ്രത്യേക ലൈനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു ഡെഫിനിറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഇമേജും നമ്മൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇമേജും ഏകദേശം ഒരുപോലെ ഇരിക്കും.
ഏകദേശം നല്ല ഒരുപോലെ ഇരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും, നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ തരാം. അത് മനസ്സിലായല്ലോ. ഇതാണ് ആക്സോ സിമ്മട്രി. പ്ലെയിൻ ഓഫ് സിമ്മട്രി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത് ഒരു കമ്പാരിസണിന് വേണ്ടി പറഞ്ഞതാണ്. ഈ ആക്സോ സിമ്മട്രി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, പ്ലെയിൻ ഓഫ് സിമ്മട്രി ഇത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. In other words, it is a line about which molecule or object may be rotated so that it presents exactly the same appearance more than once in the course of complete revolution. ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ആംഗിൾ നിങ്ങൾക്ക് എത്ര റൊട്ടേറ്റ് ചെയ്യും, ഒരു ഗിവൺ ആക്സിസിൽ എത്ര റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? 1 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ 1 മിനിറ്റ് ആവാം, അല്ലെങ്കിൽ 1 സെക്കൻഡ് ആവാം, 1 മൈക്രോ സെക്കൻഡ് ആവാം. നമ്മൾ തിരിക്കുന്ന ആംഗിൾ എങ്ങനെ തിരിച്ചാലും ഒറിജിനലും ആ തിരിച്ചു കഴിഞ്ഞ ശേഷമുള്ള ഇമേജും ഒരുപോലെ ഇരിക്കും. 360 വരെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുക, അതിന് മേലേക്കുള്ള നമ്മൾ നോക്കാറില്ല. An axis of symmetry is given the general symbol Cn and is called n-fold rotation axis, where n is referred as the order of the rotation. It means that a rotation of a molecule in the anti-clockwise direction about the axis through an angle of 360 by n degrees produces an equivalent configuration. ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉദ്ദേശിക്കുന്നതുള്ളൂ, ഒരു മോളിക്യൂളിനെ നമ്മൾ ഒരു ഗിവൺ ആക്സിസിൽ അല്ലെങ്കിൽ ഗിവൺ ലൈനിൽ കൂടെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ഒരേപോലെ ഇമേജ് വരുന്നു എന്നുള്ള നമ്പറാണ് ആ എൻ കൊണ്ട് കാണിക്കുന്നത്. അത് മനസ്സിലായോ? 2 തരത്തിൽ പറയാറുണ്ടത്. എത്ര ആംഗിള് ഒരു ഐഡന്റിക്കൽ ഇമേജ് കിട്ടാനായിട്ട് എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരുമോ അതിനെ എന്നാക്കി എടുത്താൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഐഡന്റിക്കൽ ഇമേജ് വരുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ 360 by 180 ആയി, അപ്പോൾ അത് 2 ആയി. അപ്പോൾ Cn എന്നുള്ളത് C2 എന്ന് നമ്മൾ പറയും. അതായത് ഒരു മോളിക്യൂള്, വാട്ടർ മോളിക്യൂള് പോലെയുള്ള ഒരു മോളിക്യൂള് അതിന്റെ സെൻട്രൽ ആക്സിസിൽ കൂടെ നമ്മൾ ഒരു ആക്സിസ് ഇമാജിൻ ചെയ്ത് റൊട്ടേറ്റ് ചെയ്താൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഐഡന്റിക്കൽ ഇമേജ് ഫോം ചെയ്യും. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒറിജിനലും ഈ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇമേജ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഐഡന്റിക്കൽ ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ 180 ഡിഗ്രി തിരിക്കുന്ന കേസിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ നമ്മളതിനെ C2 ആക്സിസ് എന്നാണ് വിളിക്കുക. എത്ര ഡിഗ്രി നമ്മളൊരു ഐഡന്റിക്കൽ ഇമേജ് വരാനായിട്ട് റൊട്ടേറ്റ് ചെയ്യുമോ 360നെ ആ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 360 ഡിഗ്രി തിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഐഡന്റിക്കൽ ഇമേജ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അതിന്റെ വാല്യൂ ആണ് എൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. എക്സാമ്പിൾസ് എടുക്കുമ്പോൾ മനസ്സിലാവും. For example, you consider BF3 molecule. It has one C3 axis, which is known as principal axis, and 3 C2 axis. അപ്പോൾ എന്താ C3 ആക്സിസ് എന്ന് മനസ്സിലായി കാണുന്ന വിചാരിക്കണം. 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120 ഡിഗ്രിയാണ് വരുന്നത്. അതായത് BF3 മോളിക്യൂള് ഒരു പ്ലെയിനിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അതിന്റെ സെൻട്രൽ കോടെ ഡയഗ്രം നോക്കൂ. അതിന്റെ സെൻട്രൽ കോടെ നിങ്ങൾ ഒരു ആക്സിസ് ഇമാജിൻ ചെയ്ത് ഞാൻ മൗസ് പോയിന്റ് കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് C3 ആക്സിസ്. ഈ ആക്സിസിൽ കൂടെ നമ്മൾ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലോ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 120 ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഐഡന്റിക്കൽ ഇമേജ് കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ്. ഈ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂറിൻ ആറ്റം BF3 മോളിക്യൂളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഫ്ലൂറിൻ ആറ്റം റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിലേക്ക് എത്തും. ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇവിടേക്ക് വരും, ഇവിടെ ഉണ്ടായിരുന്നു ഇവിടേക്ക് വരും, 120 ഡിഗ്രി തിരിക്കും. അതായത് ഒരു ഐഡന്റിക്കൽ ഇമേജ് ഫോം ചെയ്യും 120 ഡിഗ്രി. അടുത്ത 120 ഡിഗ്രി തിരിക്കുമ്പോഴോ വീണ്ടും ഒരു ഐഡന്റിക്കൽ ഇമേജ്, അടുത്ത 120ൽ വീണ്ടും ഒരു ഐഡന്റിറ്റി. അതായത് 360 ഡിഗ്രി തിരിക്കുമ്പോൾ 3 ഐഡന്റിക്കൽ ഇമേജ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഈ ആക്സിസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? C3 ആക്സിസ് എന്ന് വിളിക്കുന്നത്. And what about C2 axis? An axis is said to be C2 only if during rotation through 360 degree if it produces 2 identical image. You consider this axis. നിങ്ങൾ ഈ ആക്സിസ് കൂടെ ഇമാജിൻ ചെയ്ത് നോക്കി. ഈ ഒരു ആക്സിസ് വെച്ചുകൊണ്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നു, 360 ഡിഗ്രി ഇരിക്കുന്നു. അപ്പോൾ 180 ഡിഗ്രി എത്തുമ്പോൾ ഈ ഫ്ലൂറിൻ ആറ്റം റൊട്ടേറ്റ് ഇങ്ങനെ മുകളിൽ കൂടെ പോയി ഇവിടേക്ക് എത്തും. ഇത് അടി കൂടെ വന്ന് ഇവിടെ വരും. ഈ ആറ്റത്തിന് മാറ്റമൊന്നുമില്ല, കാരണം നമ്മൾ ഈ ആക്സിസിൽ കൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ബോറോൺ ഫ്ലൂറിൻ ബോണ്ട് നിൽക്കുന്ന ആക്സിസിൽ കൂടെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്.
പക്ഷെ മനസ്സിലായോ? അപ്പൊ 2 ഐഡന്റിക്കൽ ഇമേജ് കിട്ടും 360. അതുകൊണ്ട് അത് C2 ആക്സസ് ആണ്. ഇത് ഓരോ ബോറോൺ ഫ്ലൂറിൻ ആറ്റങ്ങളും കണക്ട് ചെയ്യുന്ന ആ ബോണ്ടുകൾ എല്ലാം എന്താ C2 ആക്സസ് ആണ്. മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു BF3 മോളിക്യൂളിന് ഒരു C3 ആക്സസ് ഉണ്ടാവും. അത് മോളിക്യൂളിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലായിരിക്കും. മാത്രമല്ല മോളിക്യൂളിലെ ബോറോൺ ഫ്ലൂറിൻ ആറ്റങ്ങളിൽ കൂടെ പോകുന്ന ബോണ്ടുകളിൽ കൂടെ പോകുന്ന 3 C2 ആക്സസ് ഉണ്ടാവും. ഇതിൽ Nന്റെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ഏതാണോ അതിനാണ് നമ്മൾ പറയാ പ്രിൻസിപ്പൽ ആക്സസ് എന്ന് വിളിക്കുക. പ്രിൻസിപ്പൽ ആക്സസ്. അപ്പൊ ഇവിടെ C3 ആക്സസ് ആണ് പ്രിൻസിപ്പൽ ആക്സസ്. ഇതൊക്കെ C2 ആക്സസുകളാണ്. മനസ്സിലായി കാണുന്നത് ഞാൻ വിചാരിക്കണം. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതിൽ നിന്ന് 1-2 കണക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഇതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമെട്രി ഓപ്പറേഷൻ ഏതാ? റൊട്ടേഷൻ. സിമെട്രി എലമെന്റ് ഏതാ? ആക്സോ സിമെട്രി. ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ ലൈൻ ഓഫ് റൊട്ടേഷനോ ആക്സ് ഓഫ് റൊട്ടേഷനോ സിമെട്രി ആക്സിസ് എന്നോ ഒക്കെ നമ്മൾ പറയും. സംഗതി എല്ലാം ഒന്ന് തന്നെ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റ് എക്സാമ്പിൾസും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഇതാ നോക്കൂ, സ്ഫിയറിന്റെ പോലെയുള്ള അടുത്തൊരു ആക്സിസ് ആണ്. ഇത് HCl മോളിക്യൂൾ എന്ന് വിചാരിച്ചോളൂ. ഇത് HCl മോളിക്യൂള്, ഇത് ഹൈഡ്രജൻ മോളിക്യൂൾ. ഇങ്ങനെയുള്ള മോളിക്യൂളുകളിൽ ഈ ബോണ്ടിന്റെ ആക്സിസ് ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണെന്ന് പറയാം നമ്മളിതിനെ. ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് കൂടെ ഇമാജിൻ ചെയ്ത ഒരു ആക്സിസ് ഇമാജിൻ ചെയ്ത് അതിൽ കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. 10 ഡിഗ്രി തിരിച്ചാലും 180 ഡിഗ്രി തിരിച്ചാലും 270 ഡിഗ്രി എല്ലാം ഐഡന്റിക്കൽ ഇമേജാണ്. ഏറ്റവും കുറച്ച് നിങ്ങൾക്ക് എത്ര തിരിക്കാമോ, അതായത് 1 മിനിറ്റ്, 1 ഡിഗ്രി, അല്ലെങ്കിൽ 1 സെക്കൻഡ്, അല്ലെങ്കിൽ അതിൽ താഴെ 1 മൈക്രോ സെക്കൻഡ്, എത്രയാണെന്ന് വിഷയമല്ല. എത്ര റൊട്ടേറ്റ് ചെയ്താലും ഒരു ഐഡന്റിക്കൽ ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇൻഫിനിറ്റ് ആക്സിസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ത് പേരിടും? C ഇൻഫിനിറ്റ് ആക്സിസ് എന്ന പേരും. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം 2 മണിക്കൂർ ക്ലാസ് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നിങ്ങളുടെ റെഗുലർ അവറുകളിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറോ 20 മിനിറ്റ് 25 മിനിറ്റിന് ഇടയ്ക്കുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ടാവും നിങ്ങൾക്ക് മിക്കവാറും എല്ലാ ക്ലാസ്സിലും, അല്ലെങ്കിൽ ഓഡിയോ ട്യൂട്ടോറിയൽ ഉണ്ടാവും. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് പുസ്തകം എത്ര പേർക്ക് കിട്ടുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രസൻറ്റേഷൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ അസൈൻമെൻറ്റ് ഞാൻ ചെറിയൊരു അസൈൻമെൻറ്റ് ഞാൻ തരാം. അസൈൻമെൻറ്റ് ഉണ്ടാവണം എന്നൊക്കെയാണ് ഈ DC നിന്നുള്ള അറിയിപ്പ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് നിർത്തട്ടെ. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ തുടരാം. നാളെ മീൻസ് ചൊവ്വാഴ്ച നമുക്കത് നാളെ ബുധനാഴ്ചയായി പോകും. ചൊവ്വാഴ്ച നമുക്ക് ഫുൾ ലാബ് അവറാണ്. അതായത് ഇന്ന് ഫുൾ ലാബ് അവറാണ്. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ തരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്.